നമ്മുടെ ശരത്ത്, അക്ബർ, അതേപോലെ തന്നെ ആര്യൻ, ഇവർ 3 പേരും കൂടി ഡിസ്കസ് ചെയ്യാണ് അനുമോളെ എങ്ങനെയെങ്കിലും കിച്ചണിൽ നിന്ന് വലിച്ച് പുറത്തിടണമെന്ന് ശരത്ത് പറയുന്നുണ്ട്. ആ ദേഷ്യത്തിൽ വന്നിട്ട് അനുമോളോട് പറയുന്നത്, നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ, നീ ഇനി കിച്ചണിൽ വേണ്ട, ഞാനാണ് പറയുന്നത്, ക്യാപ്റ്റനാണ് പറയുന്നത്, ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് അനുമോളുടെ നേരെ അടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഈ ബിഗ് ബോസ് പറയട്ടെ, ബിഗ് ബോസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ദോശ കഴിഞ്ഞ് കഴിഞ്ഞാൽ, എൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് എന്താണെങ്കിലും ഇറങ്ങിപ്പോൾ, നിങ്ങൾക്ക് ഇത്ര നാളും ഭക്ഷണം തന്നത് ഞാനല്ല, അപ്പോൾ ഇന്നും കൂടെ എനിക്കിത് തരാൻ അറിയാമെന്ന് പറയുന്നുണ്ട്. ഇനി നീ ഇവിടെ ഉണ്ടാക്കണ്ട, നീ ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഇറങ്ങിപ്പോയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഇതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ആദില, നൂറയൊക്കെയാണ്. അപ്പോഴേക്കും നൂറ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ അതിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, ചേട്ടനോട് സംസാരിക്കാമെന്നല്ലേ പറഞ്ഞതെന്ന്. അപ്പോഴേക്കും ആദിലയും പറയുന്നുണ്ട്, നീ ഇവിടെ നിന്ന് പോയിക്കോ അനുമോളെന്ന് ആദിലയും പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ പറഞ്ഞിട്ട്, ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഇവിടുന്ന് മാറില്ല എന്ന്. ഇവൾക്ക് എന്തിൻ്റെ ഇത്ര പ്രത്യേകത, ഇവൾക്ക് തീരെ എഴുതി കൊടുത്തിട്ടുണ്ടല്ലോ ബിഗ് ബോസ് എന്ന് അക്ബർ പറയുന്നുണ്ട്. ആര്യം പറയുന്നുണ്ട്, ഇവളോട് ആരെന്ത് പറഞ്ഞിട്ട് ഇവൾ കേൾക്കൂലല്ലോ, ഇങ്ങനത്തെ സ്വഭാവമാണല്ലോ എന്ന് പറയുന്നുണ്ട്. റന ഫാത്തിമയാണെങ്കിൽ ഭയങ്കര രീതിയിൽ അനുമോളെ ടോർച്ചർ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. കാലിൽ കയറി ചവിട്ടുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് ഫിസിക്കൽ അറ്റാക്കൊക്കെ ചെയ്യാൻ അറിയാമെന്ന് റന ഫാത്തിമ അനുമോളോട് പറയുന്നത്. അനുമോൾക്ക് മാത്രമാണല്ലോ നാക്കുള്ളത്, ബിഗ് ബോസ് വീട്ടിൽ ഒന്നും തന്നെ പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ അനീഷേട്ടൻ വന്ന് അനുമോളോട് പറയുന്നുണ്ട്, അനുമോളെ ഇതൊരു ഫണ്ണി ടാസ്ക് അല്ലേ എന്ന്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എല്ലാവരും മനസ്സിലാക്കണത് ഫണ്ണി ആയിട്ട് ചെയ്യാനുള്ളതാണെന്ന്. പക്ഷെ നെവിനും അതേപോലെ തന്നെ നമ്മുടെ നെവിൻ കുറച്ച് ഓവറായിട്ട് അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾ വേലക്കാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എന്താണെങ്കിലും അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ബിഗ് ബോസ് കുടുംബാംഗങ്ങൾ എല്ലാവരും നിൽക്കുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താകുമെന്നറിയാം.